ത്യാഗമെന്നതേ നേട്ടമെന്നോദിയ യോഗിവര്യരെപ്പോലെ സ്വജീവിതം പാരതന്ത്ര്യത്തിൽ നീറും ജനതൻ പാരവശ്യവും പഞ്ഞവും നീക്കുവാൻ പൊരുതിയേറുന്ന നാടിൻ നിറുകയിൽ സമരഭേരി മുഴക്കിയോൻ ചേണായി ചടുല ജീവിതം പോരാട്ടമാക്കിയോൻ പടനിലങ്ങളിൽ ഇടിയായി മുഴങ്ങിയോൻ കടമ ചെയ്യുന്ന കാര്യത്തിൽ മുന്നിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പിന്നിലും ജനതയോടൊത്തു കാൽനടപോയവൻ ഒരു വിഭാതം കണി കണ്ടുണർന്നവൻ ഒരു വിഭാതം കണി കണ്ടുണർന്നവൻ ഒരു വിഭാതം കണി കണ്ടുണർന്നവൻ. വർഗസമരത്തിന്റെ പടനിലങ്ങളിൽ നിരവധി അഗ്നിമുഖങ്ങൾ തീർത്ത് ത്യാഗോജ്വലമായ ഭൂതകാലവും പേറി ജനപഥങ്ങളിലൂടെ ഇനിയും തുടരുന്ന കർമ്മയോഗിയായ വിപ്ലവാചാര്യന്റെ ജീവിതയാത്ര. ഭൂതകാലത്തിന്റെ വഴികളിൽ ചരിത്രത്തിനൊപ്പം നടന്ന് സ്വയം ചരിത്രമായ ധന്യതയിൽ സുബ്രഹ്മണ്യ ഷണായി ഇവിടെ കാലത്തെ അതിജീവിക്കുന്നു. കോൺഗ്രസുകാരൻ, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, സഹനത്തിന്റെ പാതയിലെ മഹാഗോപുരം. ഭൂതകാലത്തിൽ ഈ മനുഷ്യൻ പലതാണ്. പെയ്തൊഴിയാത്ത ഓർമ്മകളിലെ ജ്വലിക്കുന്ന ഏടുകളിലേക്ക് സഖാവ് തന്റെ മനസ്സ് തുറക്കുകയാണ്. അറിയിപ്പ്: എൻ സുബ്രഹ്മണ്യ ഷണായി, യുവാവ്, 5 അടി 6 അങ്കുലം ഉയരം, വളഞ്ഞ വിരൽ, ഖദറുടുപ്പ്, ഇരുനിറം, ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് 5000 രൂപ ഇനാം. ഇവരെ CID, ബ്രിട്ടീഷ് CIDന്റെ റിപ്പോർട്ടിൽ പറയുന്ന പോലും മദ്രാസി ആർക്കൈവ്സിലുണ്ട് പഴയ രേഖ. ഈ പിറപ്പാണെങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിലും ആളുകളെ മുമ്പിൽ കിട്ടിയാൽ അവരെ ആവേശം കൊള്ളിച്ച് എന്തും ചെയ്യിക്കാൻ കഴിവുള്ള ആളാണ് ഈ സുബ്രഹ്മണ്യ ഷണായി എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ പുറത്ത് വെച്ചുകൂടാ. ജന്മിമാരാലും പോലീസുകാരാലും വേട്ടയാടപ്പെട്ട യൗവനം. പയ്യന്നൂർ ബോർഡ് ഹൈസ്കൂളിലെ നിഷേധിയായ ബാലൻ. വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ആവേശത്തിമർപ്പിന്റെ നാളുകൾ. പങ്കുണ്ണി മേനോൻ എന്ന് പറഞ്ഞിട്ട് അൽമാഷ്. അപ്പോൾ അയാൾ ഈ മണിയടിച്ച് കഴിഞ്ഞാൽ ഒരു വറാന്തയിലേക്ക് കൂടി ഇതേ സ്കൂൾ ഇപ്പോഴത്തെ വറാന്തയിലേക്ക് ഒരു നടന്ന് നോക്കലല്ലേ ഉണ്ട്. അപ്പോൾ ഇയാൾ ഒരു തൊപ്പിൻ്റെ തലയിൽ വെച്ച് വന്ന ഒരു കുട്ടിയുടെ തലയിൽ നിന്ന് ഈ ചുരുൾ കൊണ്ട്
തൊപ്പി അങ്ങ് കിള്ളിപ്പുറത്ത്. അതിലെന്തരായി, ഞാൻ വീട്ടിൽ നിന്ന് എന്തല്ലോ പറഞ്ഞിട്ട് കുറച്ച് പൈസ വാങ്ങിയിട്ട് കുറേ തൊപ്പി കൊണ്ട് പോയിട്ട് പിള്ളേർക്കെല്ലാം കൊടുത്ത് അവരെല്ലാം അത് വെച്ച് വന്നു. അപ്പം അയാൾക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇതവസാനിപ്പിക്കാനാവില്ല. ഭാസ്കരൻ മാഷായും രാഘവൻ നായരായും പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം വ്യക്തിത്വം മറന്ന ഒളിവിലെ നീണ്ട വർഷങ്ങൾ. അങ്ങനെയെല്ലാം കളിച്ചത് കൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്. ജീവിതയാത്രയിലെ ധന്യനിമിഷങ്ങൾ, ഒപ്പം ചരിത്രത്തിന്റെ അനിവാര്യത. യാഥാസ്ഥിതിക കുടുംബത്തിൽ പിറന്നിട്ടും മർദ്ദിതന്റെയും ചൂഷിതന്റെയും വിമോചന പാതകൾ ഈ മനുഷ്യൻ എങ്ങനെ സ്വീകരിച്ചുവെന്ന അന്വേഷണം അടിസ്ഥാന വർഗത്തിന്റെ ആകുലതകളിൽ മാനസിക സംഘർഷങ്ങളുടെ തടവറ തീർത്ത ഒരു മനുഷ്യസ്നേഹിയുടെ ജീവിത സങ്കല്പങ്ങളിലേക്കാണ് നമ്മെ ചെന്നെത്തിക്കുന്നത്. പട്ടിണിയും പരിവട്ടവും അസ്വാതന്ത്ര്യവും കൊടുകുത്തി വാണ പ്ലേഗ് കാലത്ത് കണ്ണൂരിൽ നിന്ന് ഒരു നിയോഗം പോലെ നാരായണ ഷേണായി പയ്യന്നൂരിലെത്തി. കാലാനന്തരം കണ്ണൂരിലെ ശ്രീദേവിയെ വിവാഹം കഴിച്ചു. അങ്ങനെ 1913 സുബ്രഹ്മണ്യൻ പിറന്നു. കണ്ണൂർ സിറ്റിയിലായിരുന്നു ഞങ്ങൾ. അവിടെ പ്ലേഗ് വന്നു. ഭയങ്കരമായി എലി ചാവും പോലെ തന്നെ മനുഷ്യന് ചാവാൻ തുടങ്ങി. അപ്പം ഇവരുടെ അച്ഛനും മുത്തച്ഛനും വീടിയും ചുരുട്ടും തിരക്കിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പോയി വെക്കും. പിന്നെയും ഇലയും പുകയിലയും വാങ്ങിക്കൊണ്ടിടും. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് നടന്നു പോയിട്ട് അത് അവർ രണ്ടാളും ഒരു ചീനയിൽ കയറി കൂടി. വലിയ ചീനയിൽ സാധനം കൊണ്ടിട്ട് ഈ പയ്യന്നൂരിൻ്റെ നേരെ എത്തുമ്പം കണ്ടുപിടിച്ചിട്ടു. അങ്ങനെ അവിടെ പിടിച്ചിറക്കി. അവിടുന്ന് അവർ നടന്ന് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ കുറേ സ്ഥലവും കുറച്ച് ചാപ്പപ്പീടികകളും. എന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് ചുരുട്ടും പൊടി ഉണ്ടാക്കി കൊണ്ടുപോയി വിറ്റിട്ട് അങ്ങനെ ആയി. ഒടുവിൽ കുറച്ച് പൈസക്കാരാകുമ്പം പിടിയെല്ലാം വെച്ച് അനാദി കച്ചവടം, പലചരക്ക് കച്ചവടവും അതും എല്ലാം വെച്ച് വലിയ പൈസക്കാരായി രണ്ടാൾ. കുരുമുളക് തോട്ടവും തെങ്ങും തോട്ടവും കങ്ങും തോട്ടവും എല്ലായി. കുറേ കുട്ടികൾ മരിച്ചു പോന്നു. ഒടുവിൽ പീടിയൻ്റെ ഇറയത്ത് ഒരു പൊതുവാൾ, ഒരു മൂത്ത പൊതുവാൾ അമ്പലത്തിലെ അയാൾ കുറച്ച് തുണിയെല്ലാം വെച്ച് വിൽക്കലുണ്ടായി. അയാൾ പെരുമാക്ക് നേർക്ക് തരണം. സുബ്രഹ്മണ്യന് ഇനിയുണ്ടാവുന്ന കുട്ടിക്ക് സുബ്രഹ്മണ്യൻ്റെ പേരിടുന്നു അപ്പം കൂഴം കഴിക്കും. അന്ന് തന്നെ 10-600 റുപ്യ വേണം. ഇപ്പം 4 ലക്ഷം മറ്റോ വേണം. നല്ല നേരത്തെ തരുന്നത്. അങ്ങനെ ബാക്കിയായത് കൊണ്ടാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് കിട്ടി. പയ്യന്നൂരിലെ ബാസൽ മിഷൻ സ്കൂളിലാണ് സുബ്രഹ്മണ്യൻ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. പിന്നീട് ബോർഡ് ഹൈസ്കൂളിൽ,
ഇന്ത്യയിലാകമാനം സ്വാതന്ത്ര്യ സമരാവേശം ശക്തിപ്പെട്ടു വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിന്റെ അലയൊലികൾ ഇവിടെയും മുഴങ്ങി. പഠിപ്പ് മുടക്കവും പ്രതിഷേധങ്ങളും കൊണ്ട് വിദ്യാലയ അന്തരീക്ഷം കലുഷിതമായി. വെള്ളക്കാരനായ ഉദ്യോഗസ്ഥൻ സ്കൂളിൽ ഇൻസ്പെക്ഷന് വന്ന ദിവസം സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ സ്കൂളിലെ യൂണിയൻ ജാക്ക് അഴിച്ചുമാറ്റി. പകരം ദേശീയ പതാക ഉയർത്തി. രോഷം പൂണ്ട അധികാരികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതോടെ സുബ്രഹ്മണ്യന്റെ വിദ്യാഭ്യാസ ജീവിതവും അവസാനിച്ചു. നിഷേധിയായ ബാലനിൽ നിന്ന് ശക്തനായ കോൺഗ്രസ് പ്രവർത്തകനിലേക്കുള്ള വളർച്ച ഇവിടെ ആരംഭിച്ചു. ആരും അവര് ശ്രദ്ധിച്ചില്ല. ഡിഒ വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പ് മുകളിൽ നോക്കുമ്പോൾ ഈ കൊടിയില്ല. ആകെ പരിഭ്രമമായി. ഒടുവിൽ അവരൊരു പ്ലാൻ ചെയ്ത് മിഷൻ സ്കൂളിൽ ഉണ്ട് കൊടി. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉയർത്തിയിട്ട് മിഷൻ സ്കൂളിൽ ഡിഒ എത്തുമ്പോഴേക്കും ഇത് അവിടെ കൊണ്ടുപോയി കയറ്റിയിട്ട് ഇങ്ങനെ ഒരു കൊടി കൊണ്ട് 2 സ്കൂളിലും ഒപ്പിക്കേണ്ട. സാമൂഹികമായ ഉച്ചനിജത്വങ്ങൾ നിറഞ്ഞു നിന്ന അക്കാലത്ത് സമപ്രായക്കാരായ ഹരിജൻ കുട്ടികളുടെ നിർഭാഗ്യങ്ങളും ദുസ്ഥിതികളും സുബ്രഹ്മണ്യന്റെ ചിന്തകളെ അസ്വസ്ഥമാക്കി. സ്വാമി ആനന്ദതീർത്ഥന്റെ ആശ്രമത്തിൽ പോവുകയും അവിടെ ഇരിക്കുകയും മറ്റു ഹരിജൻ വിദ്യാർത്ഥികളടക്കമുള്ള കുട്ടികളുമായിട്ടൊക്കെ ചേർന്ന് ഭക്ഷണം കഴിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ എതിരായിട്ട് വലിയ ആക്ഷേപം അവരുടെ സമുദായത്തിലെ ആളുകൾ ഉന്നയിച്ചു. പക്ഷേ ഷേണായി അതൊന്നും വകവെച്ചില്ല. അദ്ദേഹം അത് തുടരുകയും അതുപോലെ തന്നെ വളരെ സൗഹാർദ്ദത്തിൽ മറ്റ് ഉള്ളവരുമായിട്ടൊക്കെ ചേർന്ന് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അക്കാലത്ത് തന്റെ അച്ഛന്റെ വ്യാപാര സ്ഥാപനത്തിൽ സ്ഥിര സന്ദർശകരായിരുന്ന CH ഗോവിന്ദൻ നമ്പ്യാരെയും മൊയ്യാരത്ത് ശങ്കരനെയും ഷേണായി ഓർക്കുന്നു. ലക്ഷ്മണ ഷേണായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂത്തച്ഛൻ്റെ ഒരു മോഹൻലായിന് വക്കീലാവാൻ പോയിട്ട് 2 കൊല്ലം കഴിയുമ്പോഴേക്കാണ് ഈ മഹാത്മാഗാന്ധി സമരം പ്രഖ്യാപിക്കുക. അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയി. പിന്നെ അയാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇരുത്തം ഞങ്ങളെ ഈ ഒഴിഞ്ഞ പീടികയിലായി. അപ്പോൾ ഇവിടെ മൊയ്യാരവും സീറ്റുവിനും വരും, അല്ല അവിടെ വരും. എന്നിട്ട് രാഷ്ട്രീയ ചർച്ച അതും ഇതെല്ലാം നടത്തും. അപ്പം ഞാനും അടുത്ത് നിന്നിട്ട് ഇതെല്ലാം കേൾക്കും. അങ്ങനെ കോൺഗ്രസ് ആയതാണ്. തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് പ്രതികരിക്കേണ്ട കടമ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ തനിക്കുണ്ടെന്ന് ഷേണായി എന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമായിരുന്നു. 1928 പയ്യന്നൂരിലെ കോൺഗ്രസ് സമ്മേളനം നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിക്കുന്നത്. ബാല വളണ്ടിയറായി പങ്കെടുത്ത സുബ്രഹ്മണ്യൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. മോത്തിലാൽ നെഹ്റു ഡൊമിനിയൻ പദവി കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു കൊള്ളാം എന്നുള്ള ആളാണ് ജവഹർലാലിൻ്റെ അച്ഛൻ. നെഹ്റു പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നുകൊണ്ടും ഇന്ത്യ തൃപ്തിപ്പെടുന്നില്ല എന്നതല്ല എന്ന അഭിപ്രായക്കാരനാണ്. അത് സമ്മേളനത്തിൽ വന്ന് ചർച്ച നടന്ന ബഹുഭൂരിപക്ഷപ്രകാരം ഈ പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ് ഇന്ത്യ തൃപ്തിപ്പെടുന്നതല്ല എന്ന പ്രമേയം പാസ്സായി. കോൺഗ്രസിന്റെ മുതിർന്ന പ്രവർത്തകനാകുന്ന സുബ്രഹ്മണ്യൻ തുടർന്ന് KPCC ഭാരവാഹിത്വവും ഏറ്റെടുക്കുന്നു. 1930 ചരിത്രപ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം. പയ്യന്നൂരിലെ ഈ ഉളിയത്ത് കടവിൽ വെച്ചാണ് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കി നിയമം ലംഘിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ AKGയെയും കൃഷ്ണപിള്ളിയെയും ഷേണായി കാണുന്നു. പിന്നീടുള്ള ഇവരുടെ നിരന്തരമായ സ്വാധീനമാണ് സോഷ്യലിസത്തിലേക്കും
തുടർന്ന് കമ്മ്യൂണിസത്തിലേക്കും ഷേണായിയെ ചെന്നെത്തിക്കുന്നത്. കോൺഗ്രസിൽ നിന്നുള്ള ചുവടുമാറ്റത്തെക്കുറിച്ച് ഷേണായി ഇങ്ങനെ പ്രതികരിക്കുന്നു. ഈ കോൺഗ്രസ് 921 പാസ്സാക്കിയിരിക്കുന്ന ഭൂമി കൃഷിക്കാരന് കൊടുക്കും, എല്ലാവർക്കും ജോലി കൊടുക്കും, ജോലിക്ക് ഇതൊക്കെ കൂലി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടപ്പിലാക്കേണ്ട പരിപാടിയൊന്നുമില്ല. ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ഷേണായി തുടരുന്നു. കോൺഗ്രസിൽ നിന്നുള്ള ചുവടുമാറ്റം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല. ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക എന്ന പരിമിത ലക്ഷ്യം മാത്രമേ കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ. ഇത് പ്രാധാന്യമുള്ളതാണെങ്കിലും അത് രാഷ്ട്രീയ അധികാരം എന്നതിനപ്പുറത്ത് പാവപ്പെട്ടവന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒന്നായിരിക്കണമെന്ന വിശ്വാസം ഷേണായിൽ സംഘർഷമുണ്ടാക്കി. കർഷകന്റെയും കുടിയാന്റെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ അന്ന് മാറിയിരുന്നു. അക്കാരണം കൊണ്ടുതന്നെ സോഷ്യലിസ്റ്റുകളുമായി താതാത്മ്യം പ്രാപിക്കാൻ ഷേണായിക്ക് കഴിഞ്ഞു. AKGയും കൃഷ്ണപിള്ളയും ഷേണായിക്ക് പ്രചോദനമായി. EMS ആണ് അന്നത്തെ ആദ്യത്തെ ജോയിന്റ് സെക്രട്ടറി. ജയപ്രകാശ് നാരായണനാണ് അതിൻ്റെ പ്രസിഡന്റ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപമാട്ടം. സോഷ്യലിസ്റ്റ് ആശയം പ്രചരിച്ചു വരുന്ന കാലഘട്ടം. കർഷകരും മറ്റു തൊഴിലാളികളും സംഘടിക്കാൻ തുടങ്ങി. ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഷേണായി തൊഴിലാളി പ്രസ്ഥാനത്തിൽ സജീവമാകുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ഓർക്കുന്ന സഖാവ് സി കണ്ണൻ. ഞാനും കൂടി അതിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് സാധു ബീഡി മാനേജ്മെന്റിനെ കണ്ട് സംസാരിച്ചത്. പയ്യന്നൂരിൽ ഒരു ബ്രാഞ്ച് വേണം, സാധുവിടെ ബീഡിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടാവണം, അത് നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ കാലത്ത് ആ ഭാഗത്ത് സാധുവിൻ്റെ ബീഡി കമ്പനീൻ്റെ ആളെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധുവിൻ്റെ മുതലാളിയായിട്ട് സംസാരിച്ചതിന് ശേഷം അത് സമ്മതിച്ചു. അങ്ങനെയാണ് സാധു ബീഡി ബ്രാഞ്ച് പയ്യന്നൂർ ഏരിയയിൽ വന്നത്. ആദ്യം പയ്യന്നൂർ, പിന്നെ അങ്ങനെ കരിവള്ളൂർ, അങ്ങനെ പോയി. ജന്മിത്വ ചൂഷണത്തിനും സാമ്രാജ്യത്വ മേൽക്കോയ്മക്കുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ നാളുകൾ ഇവിടെ ആരംഭിക്കുന്നു. ഞങ്ങൾ ആദ്യമായി കാണുന്നത് 1936 അതുതന്നെയും കുന്നരൂര് ഒരു കൃഷിക്കാരുടെ യോഗം കണ്ടതായി വന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അവിടെ നമ്പൂരിമാർ പ്രമാണിമാരാണ് ജന്മിമാർ. അപ്പോൾ അവർ ഒരു കുടിയാന ഒരു ഹരിജൻ സ്ത്രീയെ എന്തോ ദ്രോഹിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം. അത് ഏറ്റെടുക്കാൻ അവിടെ ആളില്ല. അപ്പോൾ ആ കുഞ്ഞുമംഗലത്ത് നിന്ന് ഞാനും തമ്പാൻ വൈദ്യരും കരുണനും ഞങ്ങളൊരു സെറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അന്ന് മീറ്റിംഗ് വെച്ച ദിവസം വൈകുന്നേരം ഷേണായി ആയിരുന്നു പ്രാസംഗികൻ. ഷേണായി ആണെന്നൊന്നും പറയില്ല, ഒരു ചെറുപ്പക്കാരൻ. ആലക്കാട് കിടാരൻ ചന്തുവിനെ ജന്മി കുടിയൊഴിപ്പിച്ചപ്പോൾ ഷേണായുടെ നേതൃത്വത്തിൽ കുടിയാനെ രക്ഷിച്ചത് ആ കാലഘട്ടത്തിലെ പ്രധാന സംഭവമായിരുന്നു. കിടാരൻ ചന്തു എന്ന് പറഞ്ഞിടത്ത് ചെറിയൊരു ചാപ്പ കെട്ടി താമസിച്ചു. ഈ കിടാരൻ ചന്തോട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു മണിപ്പുഴ ജന്മി. പോകരുതെന്ന് ഞങ്ങളും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗഡ്സ് പോരാഞ്ഞിട്ട് കോഴിക്കോട്ട് ഫറോക്ക് ഓട്ട് കമ്പനി തൊഴിലാളിയിൽ യൂണിയൻ്റെ പണിമുടക്കം നടക്കുന്നുണ്ട്. അവിടെ AKG അവിടെ നിന്നിട്ട് അത് നയിക്കുന്നുണ്ടായിരുന്നു. അയാളോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു ഭൂമിയിൽ ഒഴിപ്പിക്കുന്ന ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന് എന്നിട്ട് ഇവിടെ ചന്തുവിനെ അവിടെ താമസിപ്പിച്ച് ജമ്മീനെ സഹായിക്കാൻ പോലീസ് വന്നു. അങ്ങനെ അതൊരു സമരമായിട്ട് അങ്ങനെയാണ് ഭൂസമരം തുടങ്ങിയത്. അടിച്ചമർത്തപ്പെട്ടവന്റെയും പാവപ്പെട്ടവന്റെയും ആശയും ആവേശവും വളരുകയായിരുന്നു. അവരൊന്നിച്ചു ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ ഒരു വിമോചന തത്വശാസ്ത്രത്തിന്റെ ശക്തമായ പിൻബലത്തിൽ വർഗബോധത്തിന്റെ പുതിയ ചരിത്രം രചിച്ച് ഷേണായി വളരുകയായിരുന്നു. ആത്മസംഘർഷങ്ങളിൽ പെട്ടുടലുന്ന ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ജനതയെയും നമുക്കിവിടെ കാണാം. 1930കളുടെ രണ്ടാം പകുതി മലബാറിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലേക്ക് ചായാൻ തുടങ്ങി.
പ്രഭാതം ദിനപത്രം അതിന് വലിയ സംഭാവനകൾ നൽകി. ഇതിന്റെ അനന്തര സംഭവങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും തുടർന്നുള്ള സമരങ്ങളും. 1939 പിണറായി പാറപ്പുറം. ഇവിടെ വെച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു വീഴുന്നത്. അതിന് രൂപം കൊടുത്ത 40 പേരിൽ ഒരാളായിരുന്നു സുബ്രഹ്മണ്യ ഷെണായി. ശ്രീകൃഷ്ണപിള്ളയുടെ സ്ലിപ്പ് കിട്ടി. 2 ദിവസത്തെ ഒരുക്കത്തോടുകൂടി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ധ്യക്കത്തെ ഇന്ന വണ്ടിക്ക് പോകാൻ തയ്യാറാവണം. 2 ദിവസം താമസം. നിങ്ങളാണെന്ന് അറിയുന്നതിന് ഒരു വെളുത്തിട്ട പോലെ ഈ കൈക്ക് കെട്ടണം. വരുന്നാൾക്കും മനസ്സിലാവും, നിങ്ങളെ മനസ്സിലാവാൻ വേണ്ടി അയാളെ ടവല് കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് അവരുണ്ടായി. കൈക്ക് കെട്ടിയിട്ട് എല്ലാം ശരി. ആടുന്ന് പിന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തായൽ ചതുപ്പ് നിലയാണ്. അതിലേ കൂടിയിട്ട് അവരെ നടത്തിച്ചിട്ട് കുറേ നേരം നടത്തിച്ചിട്ട് വന്ന് ഈ പിണറായി അവിടെ ഇപ്പോൾ ഉണ്ട് ഇല്ല ഫലകം. പൊന്നാനിയിൽ അന്ന് അക്കാലത്തൊരു പണിമുടക്കം നടക്കുന്നുണ്ടായിരുന്നു. അത് സഖാവ് ദാമോദരൻ പ്രസിഡൻ്റായിട്ടുള്ള യൂണിയനാണ് ആ പണിമുടക്കം സംഘടിപ്പിച്ചത്. അവിടേക്ക് പോകാൻ വേണ്ടി ദാമോദരൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാനും ആ ട്രെയിനിൽ തന്നെ പൊന്നാനിയിലേക്ക് പോവുകയാണ് ചെയ്തത്. പാറപ്പുറം സമ്മേളനത്തിൽ കഴിഞ്ഞിട്ടാണ് ദാമോദരൻ പറഞ്ഞത്. ദാമോദരൻ ട്രെയിനിൽ നിന്നാണ് എന്നോട് പറഞ്ഞത്, നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്നു, CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ ആളുകളും കമ്മ്യൂണിസ്റ്റായി മർജ് ചെയ്തിരിക്കുന്നു. ഞാനും നിങ്ങളും ഇനി കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ് അറിയപ്പെടുക. ഷെണായിയും ആ പ്രവർത്തനങ്ങളിൽ ആദ്യകാലങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ EMSൻ്റെയും AKGയുടെയും K ദാമോദരൻ്റെയും NC ശേഖറുടെയും P കൃഷ്ണപിള്ളയുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ വളർന്നു വന്ന ആദ്യകാല പ്രസ്ഥാനമാണ് പിന്നൊരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കും വിധം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 1957 രൂപം കൊള്ളുന്നതിനും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നതും മറ്റുമെല്ലാം തന്നെ അന്ന് അടിത്തറയിട്ട പ്രസ്ഥാനങ്ങളുടെ പുരോഗതിയുടെ പ്രതിഫലനമായിട്ട് കാണാവുന്നതാണ്. സെപ്റ്റംബർ 15 KPCC കേരളമാകെ മർദ്ദന പ്രതിഷേധ ദിനം ആചരിക്കുവാൻ ആഹ്വാനം നൽകി. പയ്യന്നൂരിലും അതിന്റെ ശക്തമായ അലയൊലികളുണ്ടായി. പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിക്കരുതെന്ന് ഷെണായിയോട് കൃഷ്ണപിള്ള നിർദ്ദേശിച്ചു. മാറി നിന്നുകൊണ്ട് ഷെണായി മാർച്ചിന് നേതൃത്വം കൊടുത്തു. പ്രസ്തുത ദിവസമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന് വഴിമരുന്നിട്ട മൊറാഴ സംഭവം നടക്കുന്നത്. അന്നത്തെ ആ സമ്മേളനത്തിലേക്ക് പയ്യന്നൂരിൽ നിന്ന് ജാഥ നയിച്ച് കൊണ്ടുവന്നത് സുബ്രഹ്മണ്യ ഷെണായിയായിരുന്നു. AV കുഞ്ഞമ്പും വന്നിരുന്നു. പയ്യന്നൂർ ഭാഗത്തുള്ള കൃഷിക്കാരാകെ അങ്ങനെ ചരക്കത്താലൂക്ക് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള വമ്പിച്ച സമ്മേളനമാണ് മൊറാഴ സമ്മേളിച്ചത്. മൊറാഴ നടന്ന കർഷക മാർച്ചിനെ നേരിട്ട സബ് ഇൻസ്പെക്ടർ കുട്ടിക്കൃഷ്ണ മേനോൻ കൊല്ലപ്പെട്ടു.
പോലീസിന്റെ കിരാതവാഴ്ചയിൽ സാധാരണക്കാരന്റെ നെഞ്ച് തകർന്നു. നേതാക്കന്മാരെ പോലീസ് വേട്ടയാടി. മൊറാഴ സംഭവത്തിനടുത്ത ദിവസം ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നു, കേസിൽ ഷേണായി 3-ാം പ്രതി. തുടർന്ന് സഖാവ് ഒളിവ് ജീവിതത്തിലേക്ക്. പയ്യന്നൂരിൽ നിന്ന് തൃക്കരിപ്പൂർ വഴി കൊടക്കാട് TVG നമ്പൂതിരിയുടെ ഇല്ലത്ത് ഷേണായി ഒളിവ് ജീവിതം തുടങ്ങി. തുടർന്ന് കയ്യൂരിലും കരിവള്ളൂരിലും കോറോത്തുമെല്ലാം മാറി മാറി താമസിച്ചു. ഇവിടെ ഒളിവിൽ കഴിഞ്ഞ പല പല സഹാക്കന്മാർക്കും ഈ ഇല്ലത്തിന്റെ പേര്, ഈ കേന്ദ്രത്തിന്റെ പേര് വിദ്യാർത്ഥി എന്നാണ്. F7 എന്ന് പറഞ്ഞാൽ ഈ ഇല്ലമാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ സഖാവ് AV ഇവിടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് റെഡ് ഹൗസ് എന്നാണ് അദ്ദേഹം എല്ലാവരോടും പറയാറ് പതിവ്. പെട്ടെന്ന് രാവിലെ ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഒരാളുണ്ടീൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു എൻ്റെ ഏട്ടൻ കേശവേട്ടൻ. അപ്പൊ ഈ മൂക്കെ കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് സുബ്രഹ്മണ്യ സേനായൊന്നും നിനക്കറിയില്ല. ഒരു മേൽമീശൊക്കെ വെച്ചിട്ട് കുറച്ചൊരു സുന്ദരനായില്ല ഒരാൾ, ചെറുപ്പക്കാരൻ, ഒരു ഹാഫ് ഷർട്ട് ഇട്ടിട്ട് എന്നിങ്ങനെ നോക്കുന്നുണ്ടിങ്ങനെ കുറേശ ഒരു തമാശ എഴുതിയൊരു നോട്ടം. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇയാളെ മുഖവും ആ മേൽമീശ എന്നുള്ള പറഞ്ഞ ഭഗത് സിംഗിന്റെ മീശ തന്നെ. പറശ്ശിനിക്കടവിലെത്തിയ ഷേണായിക്ക് കടുത്ത രോഗം പിടിപെട്ടു. മരണത്തെ മുഖാമുഖം കണ്ട നാടുകളായിരുന്നു അത്. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ടൈഫോയിഡ് പിടിപെട്ടു. ടൈഫോയിഡ് പിടിപെട്ട് വളരെ സീരിയസ് ആണെന്ന് വന്നപ്പോൾ ഇവിടുന്ന് സഖാവ് PPH മാസ്റ്റർ വീട്ടിലേക്ക് രാത്രി തന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. അങ്ങനെ കമ്പക്കടവിൽ നിന്ന് ഞങ്ങൾ തോണി കയറി പറശ്ശിനിക്കടവ് ഭാഗത്തേക്ക് വന്നു. കമ്പക്കടവിൻ്റെ കടവ് കടന്ന് അവിടെ ഇറങ്ങിയാൽ പിന്നെ അച്ചുഭാഷ വീട്ടിലേക്ക് പോകാൻ ഒരു ഫർളങ് 1.5 ഫർളങ്ങേ ഉള്ളൂ ഈ വയലിലേക്കൂടെ. ഞാൻ ഇയാളെയും കൂട്ടി ഷേണായിനെ നോക്കി ആവശ്യമായ ചികിത്സയെല്ലാം നടത്തി, ഇഞ്ചക്ഷൻ നടത്തി, പിന്നെ തുടർന്ന് നടത്തേണ്ടതായ ചികിത്സാക്രമങ്ങളെല്ലാം അവിടെയുള്ള ചില ആളുകളെ പറഞ്ഞ് ഏൽപ്പിച്ച് മരുന്നുകളെല്ലാം കൊടുത്ത് തുടർച്ചയായിട്ട് ഈ ചികിത്സ നടത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഷേണായി രക്ഷപ്പെട്ടത്. എന്നിട്ട് ഞാൻ ഇയാളെ കൂട്ടി പിന്നെ വീണ്ടും കണ്ണൂർ വന്ന് തമ്പിയെ അയാളെ വീട്ടിലാക്കി ഞാൻ വീട്ടിൽ ഓടി വന്ന് പോലീസുകാരെ കാണാതെ വീട്ടിനകത്ത് തന്നെ ഓടി. അങ്ങനെ ഞാൻ പോയിരുന്നില്ലെങ്കിൽ ഡോക്ടർ തമ്പി വരുമായിരുന്നില്ല. തമ്പി വന്നിരുന്നില്ലെങ്കിൽ നമ്മുടെ ഷേണായി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കുന്നില്ല. തുടർന്ന് ബ്ലാത്തൂരിലെത്തിയ ഷേണായി ഭാസ്കരൻ മാസ്റ്റർ എന്ന അപരനാമത്തിൽ ഇരിക്കൂറിൽ പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു. ഒരു പ്രാവശ്യം പയ്യന്നൂരുള്ള ഒരു കഥകളി നടൻ വന്ന് സഖാവിനെ പിടിയിൽ വെച്ച് കണ്ടപാട് തൊഴുതു. അപ്പോൾ തൊഴുതപ്പോൾ ഇയാൾക്ക് ആളെ മനസ്സിലായിരിക്കുന്നു, സഖാവിനെ അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ തൊഴുത് ഇതാക്കിയപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പയ്യന്നൂരാണ് എന്ന് പറഞ്ഞു. എന്താ വന്നേ? പരിചയമില്ലാതെ മാതിരി നടിക്കായത് എന്ന് പറഞ്ഞു. അപ്പാട് സഖാവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടിനെയും എടുത്ത് ഒറ്റപ്പോക്ക് വീട്ടിലേക്ക്. ദീർഘമായ ഒളിവ് ജീവിതത്തിനിടയിൽ പോലീസിനെ കബളിപ്പിച്ച് നടക്കാനുള്ള വൈഭവം കണ്ടെറിഞ്ഞ AKG ഒരു ക്ലാസ്സിലും തോൽക്കാത്തയാൾ എന്നാണ് ഷേണായിയെ വിശേഷിപ്പിച്ചത്. അതെല്ലാം വെച്ചാൽ അന്നേരം തോന്നണം, മറ്റു മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും ഈ രക്ഷപ്പെടലും ഇതെല്ലാം നടക്കില്ല.
ഒരു ഗണപതി നമ്പൂരി നമ്മളെ അനുഭവം ചെയ്യാൻ വളണ്ടിയറാണ്. ആ ഇല്ലത്താണ് ഒളിച്ചത്. എങ്ങനെയാ ലീക്കായി. ആൾ വരുന്നതും പോകുന്നതും എല്ലാം ശ്രദ്ധിച്ചിട്ട് അപ്പോൾ പോലീസ് കുറച്ച് ഗുണ്ടകളും എല്ലാം കൂടെ വന്നിട്ട് അപ്പം ഇല്ലത്തുള്ള പഴയ മനുഷ്യനാണ് നമ്പൂരി. അയാൾ പറഞ്ഞ പെണ്ണുങ്ങളെന്ന് ഞങ്ങൾ പുറത്ത് ആ കേസിൽ ഞങ്ങൾ പരിശോധിച്ചു. എന്നിട്ട് എനിക്ക് കൊടുക്കാനൊരു മറക്കടയും എന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു ആകുന്നു. കണ്ടക്കൈ അധികാരിയുടെയും കല്യാട്ടശമാനന്റെയും മർദ്ദനത്തിനും ചൂഷണത്തിനുമെതിരെ കർഷക മക്കളെ സംഘടിപ്പിച്ച് സമരം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കല്യാട്ടശമാനൻ, കണ്ടക്കൈ അധികാരി, കുറുവാത്തൂർ നമ്പൂരി, ഇങ്ങനെ 3-4 ജമ്മിമാരാണ്. അത് അവർ പറഞ്ഞത് നടപ്പിലായിക്കൊള്ളണം. അതിനെതിരായിട്ട് ആണ് മെല്ലെ ഇതിന് എതിർപ്പ് വന്നത്. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നെല്ലും ഇതെല്ലാം അവർ കൊണ്ടുപോയിട്ട് ഈ നെല്ലും പിന്നെ പുല്ല് തച്ചാൽ കിട്ടുന്ന ഒരു കറുത്ത നെല്ലും ബാക്കിയുള്ളത് അതിഭരിക്കും. അത് ശരിയല്ല. ഞങ്ങളുണ്ടാക്കിയാൽ ഒരു വീതം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു സമരം. മർദ്ദിതന്റെയും ചൂഷിതന്റെയും സംഘടിത ശക്തിക്ക് മുമ്പിൽ ജന്മിത്വത്തിന്റെ അസ്ഥിവാരം ഇളകി മറിയുകയായിരുന്നു. മുതലാളിത്തത്തിന്റെ ഹൃദയത്തിൽ ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് തൊഴിലാളികളുടെയും കർഷകരുടെയും മനസ്സിൽ പ്രതീക്ഷ അങ്കുരിപ്പിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മഹാപ്രസ്ഥാനം. സി അച്യുതമേനോൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം ഷേണായി ഒല്ലൂരിലേക്ക് പുറപ്പെട്ടു. 1941 പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. അച്യുതമേനോൻ തിരിച്ചെത്തുന്നതുവരെ കൊച്ചിയിൽ വിശ്രമരഹിതമായി പ്രവർത്തനങ്ങൾ നടത്തി. കൊച്ചിയിൽ രാഘവൻ നായരായി അറിയപ്പെട്ട സഖാവ് ഭാസ്കരൻ മാഷായി വീണ്ടും സ്വന്തം തട്ടകമായി ഇരിക്കൂറിൽ തിരിച്ചെത്തി പാർട്ടി പ്രവർത്തനം തുടങ്ങി. 1946 ജൂലൈ 18 ബ്ലാത്തൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ വെച്ച് ഷേണായി തന്റെ ഒളിവ് ജീവിതത്തിന് വിരാമമിട്ടു. ഷേണായി എന്ന വീരപുരുഷനെ കേട്ടുമാത്രമറിഞ്ഞ ജനം അമ്പരന്നു. ഒളിവ് ജീവിതത്തിനിടയിൽ ഷേണായി അധികകാലം ഒളിവ് സങ്കേതങ്ങളിൽ കഴിയുകയല്ല, മറിച്ച് വേഷപ്രച്ഛന്നനായി ജനങ്ങളുടെ ഇടയിൽ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത്. ഇവിടെ തന്നെ മറന്ന് ഭാസ്കരൻ മാഷായും രാഘവൻ നായരായും വർഷങ്ങളോളം ജീവിച്ചു. ഇതുവഴി രൂപത്തിലല്ല സത്തയിലാണ് കാര്യമെന്ന് അദ്ദേഹം ജീവിതത്തിലുടനീളം തെളിയിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സത്തയെ ഉൾക്കൊള്ളുന്നവനായിരിക്കണമെന്നും വിപ്ലവ സദാചാരം കാത്തു സൂക്ഷിക്കണമെന്നും ഷേണായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 1947 ആഗസ്റ്റ് 15 പയ്യന്നൂരിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പഴയ കേസിന്റെ പേരിൽ ഷേണായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഷേണായിക്ക് നിഷേധിക്കുകയായിരുന്നു. പുതിയ കോൺഗ്രസ് ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ മൃഗീയമായി പീഡിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. തലയിൽ മോസ്കോ റോഡ്, അരിവാളും ചുറ്റി ഇട ഒന്ന് മുറിച്ചു, എന്നിട്ടൊരു ബോർഡ് എഴുതി കഴുത്തി കെട്ടി മോസ്കോവിലേക്ക്, മലങ്കോവിൻ്റെ മക്കൾ മോസ്കോവിലേക്ക്. അതായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. മലങ്കോവാണെന്ന് സോവിയറ്റ് പ്രസിഡന്റ്. അപ്പോൾ പോയിക്കൊള്ളണമെന്ന്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജനിച്ച് ധൈര്യത്തിൽ പറഞ്ഞവനെല്ലാം വന്ന് അടി കൊള്ളാത്തവനില്ല. പിന്നീട് കണ്ണൂർ ജയിലിൽ നിരാഹാര സമരത്തിലേർപ്പെട്ട ഷേണായിയാണ് നാം കാണുന്നത്. ജയിലിനകത്തെ ക്രൂരമർദ്ദനങ്ങൾക്കെതിരെ 31 ദിവസത്തെ നിരാഹാര സമരം നടത്തി.
ഷേണായുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു. പാർട്ടി നിരോധനം പിൻവലിക്കപ്പെട്ടു. ഷേണായി ജയിൽ മോചിതനായി. ഈ മനുഷ്യൻ ചരിത്രമുറങ്ങുന്ന പയ്യന്നൂരിന്റെ ഹൃദയസ്പന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും ഒരു ചരിത്രമായി മാറുകയായിരുന്നു. ഷേണായുടെ സ്മരണകൾ ഇവിടെ തീക്ഷ്ണമാകുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭരണത്തിലേറിയ കോൺഗ്രസ് അതുവരെ പ്രസംഗിച്ച ഗാന്ധിയൻ ആദർശങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചു. കർഷകന്റെയും അധ്വാനിക്കുന്നവന്റെയും പ്രതീക്ഷകൾ വൃഥാവിലാക്കി. പുത്തൻ പ്രമാണിമാർ ചമച്ച നീതി സംഹിതകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മഹാപ്രസ്ഥാനം സമരത്തിന്റെ പുതിയ അഗ്നിമുഖങ്ങൾ തേടുകയാണ്. കയ്യൂരും കരിവള്ളൂരും കോറോത്തും മൊനയംകുന്നും ദിഗന്ധങ്ങൾ മുഴങ്ങുമാറും അലറിക്കേട്ട മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്. പട നയിച്ചൊല്ലൊരാൾ സുബ്രഹ്മണ്യൻ. ആദ്യ ഭാര്യ പ്രേമയുടെ അകാല മരണത്തിന് ശേഷം രേവതിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. കുടുംബജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത ദുരന്തങ്ങളൊന്നും തന്നെ ഷേണായി എന്ന പാർട്ടി പ്രവർത്തകനെ തളർത്തിയില്ല. രാത്രി വരുമ്പോഴൊക്കെ പിള്ളേർ ഉറങ്ങും, എല്ലാ പിള്ളേർ ഉറങ്ങും, പിള്ളേരെ മുഖം പോലും കാണാറില്ല. രാവിലെ ആകുമ്പോഴേക്ക് 4 മണി വരുമ്പോഴേക്ക് എഴുന്നിട്ട് അങ്ങ് പോകും. അപ്പോഴേക്ക് എനിക്ക് ഇന്ത്യ ഇതന്നെ ജീവിതം, എങ്ങനെയാ ജീവിക്കേണ്ടത് ഇയാളെ പോലെ വളരെ വിഷമം തോന്നി. പിന്നെ ആൾക്കാരെ ഇത് സത്സംഗം കൂടിയിട്ട് നമ്മളെ ആൾക്കാരുടെ വളരെ സഹായിക്കുന്ന ആളാണ്. നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരാവട്ടെ, സഖാക്കളാവട്ടെ, വീഡിയോയിൽ പോകുന്ന ആൾക്കാരാവട്ടെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, ധൈര്യം കൊടുക്കുന്നവരാണ്. ഭയങ്കര പേടിയാണ് എനിക്ക്. രാത്രി സമയത്തിൽ ഇയാൾ നേരത്തെ എത്തിയിട്ടെങ്കിൽ ഞാൻ ആകെ അപ്സെറ്റ് ആവും. ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങനെ ശീലമില്ല. പിന്നെ നിങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധം വെച്ചിട്ടും ശീലമില്ല. ഇതൊരു പ്രത്യേകത ഒരു രാഷ്ട്രീയമാണ്. ഒരു നേരം 1 മണിക്കൂർ പോലും നമ്മൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അയാൾക്ക്. പിന്നെ ഇങ്ങനെ പോയാൽ ഈടെത്തും. ഇങ്ങനെ വളരെ ദിവസം തോറും മനസ്സിൽ ഇങ്ങനെ വിഷമം വന്നുകൊണ്ടാണ് നിൽക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയി. നമ്മുടെ ഈ പരിസര ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ആളുകൾ സഹായം തേടിയിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഷേണായിയാണ് സമീപിക്കുക. അപ്പൊ അതിനുവേണ്ടി അവരെ ഉപദേശിക്കാനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഭരണകേന്ദ്രങ്ങൾ ബന്ധപ്പെടുന്ന കാര്യത്തിലുമെല്ലാം തന്നെ അന്ന് ഇവിടെ ഷേണായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ നിലക്കാണ് ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവകാരി എന്ന നിലക്കുള്ള ഷേണായിയുടെ ആ ഒരു തികഞ്ഞ വ്യക്തിത്വം ഇവിടെ പിന്നെ രൂപം കൊള്ളുന്നത്. പയ്യന്നൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തു. പഞ്ചായത്ത് ഓഫീസിന്റെ മേശയ്ക്ക് മുമ്പിലെ കസേരയിൽ ഇരുന്നിട്ട് പ്രസിഡന്റ് എന്ന നിലയിലെ ഭരണം നടത്തുക എന്നതായിരുന്നില്ല സഖാവ് ഷേണായിയുടെ ശൈലി. നാട്ടിൽ മുഴുവൻ നിറഞ്ഞു നടന്ന് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ആ പ്രവർത്തന ശൈലിക്കിടയിൽ ഒരു ഒപ്പ് വേണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഏത് വഴിമധ്യേയും സമീപിച്ചാൽ അവിടെ വെച്ച് തന്നെ മറ്റൊരാളെ പുറംതിരിച്ചു നിർത്തി അയാളുടെ മുതുക് മേശയാക്കി ആ മേശപ്പുറത്ത് വെച്ചിട്ട് ആവശ്യക്കാരന്റെ ഫോറത്തിലോ കടലാസിലോ ഒപ്പിട്ടു കൊടുക്കുന്ന ഒരു ജനകീയ നേതാവിന്റെ കഴിവ് മറ്റ് പലരെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഷേണായിക്ക് മാത്രമുള്ള പ്രത്യേകത തന്നെയാണ്. ആധുനിക പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഷേണായി തുടക്കം കുറിച്ചു. അക്കാലത്ത് കോളേജിന് വേണ്ടിയിട്ട് ഷേണായിയുടെ ഒരു സ്വത്ത് ജാമ്യം കൊടുക്കണമെന്നുണ്ട്. കോളേജ് അനുവദിച്ചില്ല. അപ്പോൾ ഷേണായിയുടെ ഈ പൊന്നമ്പാറയുള്ള ഇത് അയാൾ ഒരു മടിയും കൂടാതെ ഉണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഇയാൾ ഇത് കോളേജിന് വേണ്ടിയിട്ട് ജാമ്യം എഴുതി കൊടുത്തു. തന്റെ പ്രസംഗ ചാതുരി കൊണ്ട് ജനങ്ങളെ ഇളക്കി മറിക്കാനും ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്താനും ഷേണായിക്ക് കഴിഞ്ഞിരുന്നു. സഖാവ് ഷേണായി പാണപ്പുഴ വയലിലൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. ആ പ്രസംഗത്തിൽ സഖാവ് VV കണ്ണനും അതുപോലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു. ഷേണായി അവിടെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ കുറ്റൂര് വേങ്ങയിലെ നായനാരുടെ വകയായിട്ട് വണ്ണാനെയും മലയനെയും ചെണ്ട കൊട്ടാൻ വേണ്ടി പറഞ്ഞയച്ച് മീറ്റിങ്ങിലേക്ക്. ആ മീറ്റിംഗ് അലങ്കോലപ്പെടുത്താനായിരുന്നു. പക്ഷേ സുബ്രഹ്മണ്യ ഷേണായിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രസംഗമാണ്. അദ്ദേഹം തുടങ്ങി പണ്ടൊക്കെ ചപ്പാരം തട്ട വേങ്ങക്ക് ചപ്പലിയോളം കാതലാടാ വണ്ണാനെ
അതിപ്പോൾ ചപ്പിലിയോളം പൂതലാണ്, അതുകൊണ്ട് നിങ്ങൾ കൊട്ടിയത് കൊണ്ടൊന്നും ഇവിടെ നിൽക്കില്ല പ്രസംഗം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പ്രസംഗം തുടങ്ങിയത്. കടമകളുടെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് മുമ്പേ, ആനന്ദത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് പിമ്പേ. ഇതാണ് ഷേണായി. ഒരിക്കലും പയ്യന്നൂര് ബീഡി കമ്പനിയിൽ ഈ ഔട്ട്വർക്ക് ബ്രാഞ്ച് സമ്പ്രദായത്തിനെതിരായി ശക്തമായ സമരം ഫാക്ടറിയിൽ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ 10-29 ദിവസം ഈ ഫാക്ടറിയിൽ സമരം നടത്തി. ഷേണായിയുടെ നേതൃത്വത്തിൽ അവിടെ സമര സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അവിടെ തന്നെ കഞ്ഞി വെച്ച് അവിടെ തന്നെ കഞ്ഞി തൊഴിലാളികളൊപ്പരം കുടിച്ച് അവിടെ തന്നെ ഷേണായി കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് പിരിവ് നടത്തുന്നതിന് വേണ്ടി കുറേ തൊഴിലാളി പ്രവർത്തകരെയും കൂട്ടി ഒരേ നടത്തം കുന്നര് വരെ നടന്ന് രാവിലെ നടക്കാൻ തുടങ്ങി കുന്നര് വരെ നടന്ന് പിരിവെടുത്ത് അവിടുന്ന് രാമന്തളി വന്ന് ഒടുവിൽ വൈകുന്നേരം ഒരു 7 മണി വരെ തുടർച്ചയായി നടന്ന് ഓക്കെ കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിൽ വെച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ വിശ്രമിച്ചു. ആ ഒരു അനുഭവം എന്നും മറക്കാൻ കഴിയില്ല. കാരണം ഇന്നത്തെ പുതിയ തലമുറക്ക് അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ തന്നെ കഴിയില്ല. ആദർശങ്ങൾ പ്രസംഗത്തിലൂടെയല്ല ജീവിതത്തിലൂടെ തന്നെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് ഷേണായി നമുക്ക് കാണിച്ചു തരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്യജാതിക്കാരുടെ വീട്ടിൽ, ചിലപ്പോൾ പട്ടികജാതിക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, അന്ന് ജാതി വ്യവസ്ഥ വളരെ കൂടുതൽ നന്നായി ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ചില ജാതിക്കാരുടെ എറയത്തല്ലാതെ വരാന്തയിലല്ലാതെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം മറ്റ് ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മറ്റ് സ്കൂൾ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നാൽ അത് വീട്ടിലൊരുപാട് പാർട്ടി പ്രവർത്തകരും ഒക്കെ വരും. അവരോടൊക്കെ ഇത് വളരെ നല്ല ഒരു കാര്യം എന്ന രീതിയിൽ അച്ഛൻ ഞങ്ങളെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയും, ഇവിടെ പോയി ഇന്ന് വീട്ടിൽ പോയി ഇന്നലെ ഭക്ഷണം കഴിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അന്നു മുതൽക്ക് തന്നെ എൻ്റെ മനസ്സിൽ ഈ ജാതി, അതായത് ഏറ്റവും താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത്, അവരുമായി പെരുമാറുന്നത് വളരെ നല്ല കാര്യമാണ് എന്നൊരു ബോധം ഞങ്ങളുടെ ഉള്ളിൽ വളർന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അതൊരു സമൂഹത്തിന് മൊത്തം ഗുണം ചെയ്യുമെന്ന ഒരു ബോധം അതിൽ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്വന്തം ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി തുറന്നു വെച്ചതല്ലാതെ ഉപദേശങ്ങൾ നൽകി ഇന്ന രീതിയിൽ നിങ്ങൾ പോണം എന്ന രീതിയിൽ ഞങ്ങളെ ഒരിക്കലും അച്ഛൻ ഉപദേശിക്കുകയുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ എല്ലാവരും പല ജാതിയിൽപ്പെട്ടവരാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഒരു ആഡംബരപൂർണമായ ഒരു വിവാഹം ഞങ്ങളുടെ വീട്ടിൽ നടന്നതായി എൻ്റെ ഓർമ്മയില്ല. 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച ഷേണായി ജീവിതത്തിന്റെ സായന്തനങ്ങളിലേക്ക്. നമ്മളെ മോള്, മൂത്ത മോള് EMS തിരുപ്പള്ളിക്ക് ചോദിച്ചത് എന്താണ്? എല്ലാവരും വന്നാൽ അന്ന് വീട്ടിലാണ് വരിക. നേതാക്കന്മാറിയ EMS, MLO, നായർ, കൃഷ്ണപിള്ള ഇവരുടെ വന്നാലും വീട്ടിൽ നിന്ന് കഞ്ഞിയും കിടക്കാനുള്ള ഏർപ്പാട്. അപ്പോൾ വന്നവർ ഇവളോട് കുറേ തമാശയെല്ലാം പറയും, ഇവളെ എക്കിളിപ്പെടുത്തും. ഇയാൾ വന്നിട്ട് ഇങ്ങനെ കസേരയിലിരുന്ന് ഞാൻ കഞ്ഞി എടുക്കാനും പോയി. കഞ്ഞി കൊണ്ടിരുമ്പം ഇവള് ചോദിക്കുക, അല്ലാത്ത ഇയാളെന്താ പൊട്ടനാ? അപ്പൊ EMS പൊട്ട മോളെ വിക്കനാണ്. വീരപരിവേഷങ്ങളും സഹനത്തിന്റെ പാതകളും കാട്ടിത്തന്ന ഈ ത്യാഗവൈര്യന്റെ അരികിലെത്തുമ്പോൾ താൻ ഒന്നുമല്ലെന്നും എല്ലാം പാർട്ടിയാണെന്നുമുള്ള സഖാവിന്റെ വിനയത്തിന്റെ ഭാഷയ്ക്ക് മുന്നിൽ നാം അറിയാതെ കൊമ്പിട്ടു പോകുന്നു. പറഞ്ഞാടാ മലയാളത്തിൽ സംസാരിക്കുന്ന ആദ്യത്തെ പടം വന്നതിന് പോലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോന് AKG ഞാനും കൂടെ പോയി കണ്ടതല്ലാണ്ട് ഞാൻ ഇത് കാണാൻ പോക്കില്ല. ഇപ്പം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നപ്പോൾ സുബ്രഹ്മണ്യ ചേട്ടായും ആ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ സെക്രട്ടറി ആയിരുന്നു കുറേ കാലം.
അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ അനുഭവം ഒന്നായി പ്രവർത്തിച്ച് വന്നിട്ടുള്ള അനുഭവമാണ് സുബ്രഹ്മണ്യ ഷെണായി. ഇന്ന് അദ്ദേഹം ആരോഗ്യ സംബന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു തീപ്പന്തമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഇന്നും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എവിയും മറ്റ് സഖാക്കളൊന്നും നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് സുബ്രഹ്മണ്യ ഷെണായിയുടെ ധീരോചിതമായ ഒളിവിലും ജയിൽവാസവും പരസ്യമായിട്ടും പ്രവർത്തിച്ച പാരമ്പര്യം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും ഉത്തേജനമാണ്, ആവേശകരമാണ്. ഇന്നും അത് ഇനിയും ഉയരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നോക്കിയാൽ പരിപാടിയും വോട്ടും ഒന്നുമില്ല. പക്ഷെ അടി പോഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. തൊഴിലില്ലാത്തവർ പിന്നെ അത് ശാസ്ത്രീയമായിട്ടും അതിനെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അരാജത്വവും മാറാടും അതും ഇതുമെല്ലാമായിട്ട് ഓരോ ദിക്കിലെ പൊട്ടിയൊടിക്കും. ത്യാഗവര്യന്മാരായ നേതാക്കന്മാർ കൊളുത്തിയ വിപ്ലവത്തിന്റെ തീപ്പന്തം ജ്വലിപ്പിച്ചെടുക്കുവാൻ സുബ്രഹ്മണ്യ ഷെണായിയെപ്പോലുള്ള മഹാരഥന്മാർ വരും തലമുറകൾക്ക് മാതൃകയും പ്രചോദനവുമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദം ഏറ്റുവാങ്ങുവാൻ ഷെണായി സഞ്ചരിച്ച സഹനത്തിന്റെ പാതയിൽ ഇനിയും കാലൊച്ചകൾക്കായി നമുക്ക് കാത്തുനിൽക്കാം.